ഇന്നൊരു സ്പെഷ്യൽ സൺഡേ ആയിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് ആഫ്റ്റർ എ സോ ലോങ് പ്ലാനിങ് ഇന്ന് ഞങ്ങളുടെ ഡേ ഇൻ മൈ ലൈഫ് തുടങ്ങാൻ തീരുമാനിച്ചു. രാവിലെ തന്നെ നല്ല പ്ലസൻറ്റ് വെതർ ആയിരുന്നുകൊണ്ട് രാവിലെ തന്നെ ക്ലീനിങ്ങിൽ തുടങ്ങി. തൂത്തുവാരലും തുടയ്ക്കലും ബാൽക്കണി ക്ലീനാക്കലും ഒക്കെ പൊടിയാണ്. അപ്പോൾ എപ്പോഴും വെള്ളമൊഴിച്ച് ക്ലീനാക്കാറുണ്ട് ഞങ്ങൾ. തൂത്തുവാരലും തുടയ്ക്കലും ഒക്കെ ഇട്ട് ഞാൻ ബിസി ആയപ്പോൾ ഡ്രസ്സ് വാഷിങ്ങിനൊക്കെ ഇട്ടൊക്കെ എന്നെ ഹെൽപ്പ് ചെയ്തായിരുന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ ലഞ്ചിനുള്ള പ്ലാനിങ് ആയിരുന്നു. യൂട്യൂബ് നോക്കി എന്തെങ്കിലും സ്പെഷ്യലൊക്കെ ഉണ്ടാക്കണം എന്നുള്ള പ്ലാനിങ്ങിലാണ്. ഫൈനലി ഞങ്ങൾ തലശ്ശേരി ചിക്കൻ ബിരിയാണി ഉണ്ടാക്കാനുള്ള പ്രിപ്പറേഷൻ തുടങ്ങി. ചിക്കൻ മാരിനേറ്റ് ചെയ്ത് കുറച്ച് നേരം വെച്ചു. അപ്പോൾ നമുക്കിനി ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും ചതച്ച് പേസ്റ്റ് ആക്കണം. പിന്നെ 3 ഉള്ളിയും 3 തക്കാളിയും ഞാൻ എടുത്തിട്ടുണ്ട്. ആൻഡ് പുതിനയിലയും മല്ലിയിലയും അരിഞ്ഞ് വൃത്തിയാക്കി. സവോള കുനുകുന അരിഞ്ഞ് നമുക്ക് എണ്ണയിൽ വറുത്തെടുക്കാനുള്ളതാണ്. അറ്റ് ദി സെയിം ടൈം ഞാൻ അരി കഴുകി വെച്ചിരുന്നുണ്ടായിരുന്നു. പിന്നെ ചിക്കൻ വറുക്കാൻ തുടങ്ങി. ചിക്കൻ വറുത്തിട്ടുള്ള ബിരിയാണിയാണ് ഞങ്ങളിന്ന് ഉണ്ടാക്കുന്നത്, തലശ്ശേരി ടൈപ്പ്. ഇനി നമുക്ക് ഈ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒന്ന് മൂപ്പിച്ച് അതിൻ്റെ പച്ചമണം എല്ലാം കളയണം. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് തക്കാളി വഴണ്ടി വരുമ്പോഴേക്കും അതിലേക്ക് കേടും ലെമൺ ജ്യൂസും കുറച്ച് ഗരം മസാല ഇട്ട് മസാല റെഡിയാക്കണം. കാണിച്ചിരിക്കണ പോലെ വിഷ്വൽസ് കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല കേട്ടോ. ഇനിയിപ്പോൾ കാണുന്നത് ഈ ദം ഇടുന്ന സീനാണ്. അതിലേക്ക് മല്ലിയിലയും പുതിനയിലയും കുറച്ച് ഞാൻ ഇട്ടിട്ടുള്ളൂ. എൻ്റെ ഹസ്ബൻഡിന് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ച മസാലയും ചിക്കൻ പീസസും എല്ലാം കൂടെ ഇടണം. എന്നിട്ട് വേണം നമുക്ക് ദമ്മ് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഞാനിവിടെ ഇപ്പോൾ ഇത് ചെയ്തിരിക്കുന്ന കുക്കറിലാണ് കേട്ടോ. എൻ്റെ കയ്യിൽ വേറെ പാത്രം ഇല്ലാത്തതുകൊണ്ടാണ്. നോൺ സ്റ്റിക്കിൻ്റെ പാത്രങ്ങളിലാണെങ്കിൽ അടി പിടിക്കാതെ കിട്ടും. ഇനി അതിലേക്ക് നമുക്ക് മാറ്റി വെച്ച റൈസ് ഇട്ട് നമ്മൾ ദമ്മ് ഫില്ല് ചെയ്യാണ്. പോരാഞ്ഞ് നമ്മൾ വറുത്ത് വെച്ച ഉള്ളിയുടെ ബാക്കിയും കിസ്മിസും കാഷ്യൂ ഒക്കെ ഇട്ട് ഗാർണിഷ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾക്ക് വെയിറ്റ് ചെയ്യാൻ ഒട്ടും ഞങ്ങൾ വിശന്ന് പൊരിഞ്ഞിരിക്കുമായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ ചൂടാറുന്ന ബിരിയാണി അങ്ങനെ തന്നെ കഴിക്കാൻ തോന്നിയത്. ആ ചൂട് പാറുന്ന ബിരിയാണി ഞങ്ങൾ അങ്ങനെ തന്നെ വിളമ്പി പാത്രങ്ങളിലേക്ക്. അങ്ങനെ ഞങ്ങൾ കഴിക്കാനിരുന്നു. അക്കിക്ക് കാലുളിക്കൊണ്ട് ഇരിക്കാൻ ബുദ്ധിമുട്ടായിരുന്നു, അതുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്തിരിക്കുന്നുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ ഗൈസ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് എനിക്ക് ആദ്യം തന്നെ ടേസ്റ്റ് ചെയ്ത് പറയണമെന്നുണ്ടായിരുന്നു ആദ്യം. എങ്ങനെയുണ്ടെന്ന് ഞാൻ അതിനു വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്, അഗിയുടെ റിയൽ എക്സ്പ്രഷൻസ് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ അതാ കഴിച്ച് നോക്കിയിട്ട് എന്താ പറയുന്നത് നോക്കാം നമുക്ക്. അഗിക്ക് എക്സ്പ്രഷൻസ് നേരെ ഇടാൻ അറിയാൻ വയ്യാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയത്തില്ല, നേരെ വന്നിട്ടില്ല ഇതിനകത്ത്. പക്ഷേ എനിക്ക് 10 ഔട്ട് ഓഫ് 10 9 റേറ്റിംഗ് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ ബിരിയാണിക്ക്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത്, ഫസ്റ്റ് ടൈം കുക്ക് ചെയ്യുന്നതാണെങ്കിലും. അങ്ങനെ ഞങ്ങൾ ഞങ്ങളുടെ ഫുഡ് ആസ്വദിച്ച് കഴിച്ചു. എനിക്ക് നന്നായിട്ട് ഇഷ്ടമായിരുന്നു കേട്ടോ, നല്ല ബിരിയാണി ആയിരുന്നു. എൻ്റെ എക്സ്പ്രഷൻസും നിങ്ങൾക്ക് കാണാം അവിടെ. അങ്ങനെ ഈവനിങ് ആയി കേട്ടോ. ഞങ്ങൾക്കൊന്ന് പുറത്ത് പോകാനുണ്ടായിരുന്നു, പാർലറിലൊക്കെ പോകാനുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനത്തെ പണികളെല്ലാം ഞങ്ങൾ ഈവനിങ് തീർത്തു. അങ്ങനെ രാത്രിയായി. വീക്കെൻഡ്സ് മൊത്തം വാഷ് ചെയ്ത എല്ലാ തുണികളും മടക്കി വെക്കാനുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഇതൊരു നോർമൽ സൺഡേ ആയിരുന്നു.